പ്രിയപ്പെട്ട ഫോളോവേഴ്സ്, നിങ്ങളുടെ മുന്നിലേക്ക് ഒരാശയം അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ പരിപൂർണ പിന്തുണയുണ്ട് എങ്കിൽ മാത്രം ഞങ്ങൾ അത് അവതരിപ്പിക്കും. അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ തന്നെ മ്യൂസിക് മാർക്കറ്റ് എന്ന FBയിലും യൂട്യൂബിലുമുള്ള ലൈവ് പ്രോഗ്രാമിനിടയിലുള്ള ഗ്യാപ്പുകളിലായിരിക്കും. ഇനി പെർമിഷന് വേണ്ടി അവതരിപ്പിക്കുന്ന ആശയം എന്തെന്ന് പറയാം. സഹജീവികളോട് കരുണ കാണിക്കുവാൻ ഓരോ വ്യക്തികളെയും പ്രാപ്തരാക്കുക, ആ ഒരു ചിന്താഗതിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇട്ടിരിക്കുന്ന പേര് ചാരിറ്റി വിത്ത് പ്യൂരിറ്റി എന്നാണ്. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. കാരണം അത് ഉപജീവന മാർഗമാക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്വന്തം ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ് പലരും ഈ വിഷയത്തെ പേടിയോടുകൂടി കാണുന്നത്. മാത്രമല്ല, ഇത്തരം പ്രവർത്തനങ്ങൾ മൂലം പലർക്കും യഥാർത്ഥ അവകാശികൾക്ക് അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് ഇത് കിട്ടാതെയും പോകാറുണ്ട്. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ലാതെ, ഈ പറയുന്ന പെരുദോഷങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഒരാളിനെ സഹായിക്കാൻ കഴിയും. ഇനി നിങ്ങളൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, വിശപ്പ്, വിദ്യാഭ്യാസം, വിവാഹം, വീട്, വയ്യായിക, ഇങ്ങനെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിലേക്ക് കൈനീട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ സഹായിക്കുമ്പോൾ അതിനുശേഷം ഇത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് കഴിയുമ്പോൾ സഹായം കൈപ്പറ്റിയത് നിങ്ങളാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഗതികേട് കൊണ്ട് മറ്റൊരാളുടെ സഹായം വാങ്ങിയ ശേഷം മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അപഹാസ്യരായി മാറുന്നു എന്നുള്ള ചിന്ത സഹായം പറ്റി ഒട്ടുമിക്ക പേർക്കും ഉണ്ടാവാം. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളെ കൂടി പരിഹരിച്ചുകൊണ്ട് ഒരു ആശയമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ റിപ്പോർട്ട് അടിക്കാനോ അൺഫോളോ ചെയ്തു പോകാനോ ശ്രമിക്കേണ്ട. കാരണം നിങ്ങൾ അനുകൂലിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ 4 ലക്ഷം ഫോളോവേഴ്സിനെയും മാനിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ആശയം അവതരിപ്പിക്കുകയില്ല. അതിലേക്ക് കടക്കാം. നിങ്ങളുടെ ശീലങ്ങളെ കുറച്ചുകൊണ്ടോ ദുശ്ശീലങ്ങളെ ഒഴിവാക്കിക്കൊണ്ടോ, അതുമല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് നൽകാനായി വച്ചിരിക്കുന്ന സംഭാവനയിൽ നിന്നൊരു ചെറിയ വിഹിതമെന്ന് പുറമെ ശ്രദ്ധിക്കുക. ഒരാൾക്ക് 1 രൂപ, മാക്സിമം 10 രൂപ, അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൊടുക്കുകയേ ചെയ്യരുത്. കാരണം ഓരോ ദിവസവും ലൈവ് ഉണ്ടാവും. ആ ഓരോ ലൈവിലും ഇത്തരം ഒരു വ്യക്തി ഉണ്ടാവും സഹായം ആവശ്യമുള്ള. ആ വ്യക്തിയെ സജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങൾക്കറിയേണ്ടുന്ന ആളാണ് എങ്ങനെ ഈ ഒരാളിനെ സഹായിക്കുന്നു. മറ്റൊരു കാര്യം, ഈ സഹായം പറ്റേണ്ടുന്ന ആളിൻ്റെ മുഖത്തേക്ക് ഞങ്ങളുടെ ക്യാമറ ഒരിക്കലും ഫോക്കസ് ചെയ്യില്ല. പകരം സജസ്റ്റ് ചെയ്യുന്ന വ്യക്തി, ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർ, ജനപ്രതിനിധി, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, കഴിയുമെങ്കിൽ സ്ഥലം പോലീസ് ഓഫീസർ, പിന്നെ ഡോക്ടർ ഉണ്ടെങ്കിൽ ഡോക്ടർ, ബാങ്ക് മാനേജർ, ഇവരുടെ ബൈറ്റായിരിക്കും നമ്മൾ കാണിക്കുക. ശേഷം എത്രയാണോ ഇവർക്ക് ആവശ്യമായ എമൗണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ തന്നെ, അടുത്ത ലൈവിൽ തന്നെ നമ്മൾ പറയും, ഇന്ന ആളിന് വേണ്ടുന്ന സഹായം ലഭിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത ആളിനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക. ഓർക്കുക, ഒരാൾക്ക് 1 രൂപ അല്ലെങ്കിൽ 10 രൂപ, ഇതിനിടയിലുള്ള ഏത് തുകയും ആവാം, അത് മാത്രം കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇത് വേണോ, ഇതൊരു നല്ല ആശയമാണോ, സഹജീവികൾക്ക് നമുക്കൊപ്പം നിൽക്കുവാൻ പ്രാപ്തരാക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കഴിയുമെങ്കിൽ മാത്രം, നമ്മുടെ ഈ ആശയത്തോട് യോജിച്ചാൽ മാത്രം ഇതാരംഭിക്കും. ചാരിറ്റി വിത്ത് പ്യൂരിറ്റി. ഓരോരുത്തരും ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ദാനം ധനത്തെ കുറയ്ക്കില്ലെന്നും വിപത്തുകളെ അകറ്റുമെന്നും പറയുന്നുണ്ട്. എന്തു തന്നെയാലും ശരി, നിങ്ങൾ സ്നേഹവും അറിവും ദാനം ചെയ്യൂ, വിപത്തുകളെ അകറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരുടെ ഫിഗർ കാണിച്ച് ഇവരെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് മാത്രമാണ്. ഒപ്പം യഥാർത്ഥ അവകാശികളിലേക്ക് അല്ലെങ്കിൽ അർഹതപ്പെട്ടവരിലേക്ക് ഈ നിങ്ങളുടെ ഓരോരുത്തരുടെ സഹായം എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആശയം നിങ്ങളുടെ അവതരിപ്പിക്കുന്നത്. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്.